പൊങ്കാലയിടാനെത്തുന്ന ഭക്തരെ വരവേൽക്കാൻ ഒരുങ്ങി തലസ്ഥാനം. അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് തലസ്ഥാനമുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, എന്തൊക്കെയായി ഒരുക്കങ്ങളൊക്കെ അവിടെ? മൊബൈൽ ഫോൺ എന്നിവ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ജലി, ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർണ്ണമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയും വലിയൊരു ഭക്തജന തിരക്ക് തന്നെ ഇപ്പോൾ അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം വെളുപ്പിന് 4 മണിക്കാണ് ഇന്ന് നട തുറന്നത്. ഇപ്പോൾ 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് തന്നെ ഇത്രയധികം ഭക്തരാണ് ഇപ്പോൾ പൊങ്കാലയുടെ ഭാഗമായി ദർശനത്തിനായി ഇവിടെ അമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും അല്ലെങ്കിൽ ചടങ്ങുകളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും അതിനായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ നടക്കുന്നത്. ഇന്നിപ്പോൾ 8ാം ഉത്സവമാണ്. 9ാം ഉത്സവമായ നാളെയാണ് ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ നടക്കുക. രാവിലെ ഒരു 10 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ചടങ്ങുകളെല്ലാം അവസാനിച്ച് നിവേദ്യം സമർപ്പിക്കുന്ന രീതിയിലേക്കാണ് ചടങ്ങുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഏകദേശം 4500ഓളം പോലീസുകാരെ ആറ്റുകാൽ ഭാഗത്തെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. അതിൽ 1000ഓളം വനിതാ പോലീസുകാരാണ്. കൂടാതെ ക്ഷേത്ര പരിസരത്തും നഗരപ്രദേശങ്ങളിലുമെല്ലാം തന്നെ CCTV ക്യാമറകളും സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും നഗരത്തിലുടനീളം. നാളെ രാത്രി വരെ ഇത് തുടരും. ഇതിന്റെ ഭാഗമായി തന്നെ നഗരത്തിൽ ഒരു സ്ഥലത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അനുമതിയില്ല. കൂടാതെ അടപ്പ് കെട്ടുന്നതിനടക്കം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് നല്ല വേനൽ ഉള്ള സാഹചര്യമായതിനാൽ അകലം പാലിച്ച് അടപ്പ് കെട്ടണമെന്നും മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതുകൂടാതെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗമായി ഹീറ്റ് ക്ലിനിക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. ഭക്തർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്ന്. എല്ലാ വർഷവും വരുന്നുണ്ടോ? ഇടയ്ക്ക് 1-2 വർഷമായിരുന്നു. ചേച്ചിയോ? കോഴിക്കോട്. ഒരുമിച്ചാണോ? ആണ്. തുടർച്ചയായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ കോഴിക്കോട് നടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളവും അതിൻ്റെ പുറത്തു നിന്നുള്ള സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് ചേരുന്ന വലിയൊരു സംഗമം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമല എന്നുകൂടിയാണ് ആറ്റുകാൽ പൊങ്കാലയും ആറ്റുകാൽ ക്ഷേത്രവുമെല്ലാം അറിയപ്പെടുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ ചടങ്ങുകളെല്ലാം ആരംഭിക്കുകയും ചെയ്യും. അഞ്ജലി, ശരി, വിവരങ്ങൾ നൽകിയത് ഹാൻസ് ജോൺ ആണ്. അവിടെ ഒരാൾ വയ്യാണ്ടായി.